ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചെറുനാരങ്ങ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ നല്ലവണ്ണം കഴുകിയിട്ട് പിന്നെ വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ഇട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ. ഇട്ട് പൊട്ടാൻ നിൽക്കരുത്, അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വാട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ഒരു തുള്ളി വെള്ളം ഒരിക്കലും നമുക്ക് ചെറുനാരങ്ങ മേലോ സ്പൂൺ മേലോ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന സ്പൂൺ മേലോ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ചെറുനാരങ്ങ അച്ചാർ വേഗം പൂപ്പല് വരും. അപ്പോൾ അതിന് വേണ്ട സാധനം ചെറുനാരങ്ങ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ കടുക് വേണം, ഉലുവ വേണം, കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അച്ചാർ പൊടി ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതാക്കി വെച്ചതാണ് കേട്ടോ. അത് നല്ലോണം ഉണങ്ങിയൊരു തുണി കൊണ്ട് നല്ലോണം തുടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കണം. പിന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ചെറുതാക്കി പറഞ്ഞാൽ ഒരു പീസ് തന്നെ, ഒരു ചെറുനാരങ്ങ ഒരു 4 പീസാക്കുക, അങ്ങനെ രൂപത്തിലൊക്കെ ആക്കിയെടുക്കുക. അപ്പോൾ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വേണം. നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ കാരണം ഞാൻ ഇതിട്ട് എനിക്ക് ഇതുവരെ കുറേ ദിവസമായി ഞാൻ ഇട്ടിട്ട് ഇതുവരെ അത് പൂത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ വെള്ളം തൊടിയിച്ചിട്ടേ ഇല്ല അതിലേക്ക്, അതുകൊണ്ട് അത് പൂത്ത് വന്നിട്ടില്ല. ചില അച്ചാറുകളൊക്കെ ഞാൻ ഉണ്ടാക്കി ആദ്യമൊക്കെ പൂക്കലുണ്ടായിന്. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ യൂട്യൂബിൽ കണ്ട് ഇങ്ങനെ വെള്ളം തൊടിയിച്ചാൽ പൂക്കുന്നില്ലത്. പിന്നെ ഇതിലേക്ക് കായപ്പൊടി വേണം, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ നമുക്ക് സാധനം ഉണ്ടാക്കാം. പിന്നെ ഇതാ പഞ്ചസാര, വെളുത്തുള്ളി, ഇഞ്ചി, ഇങ്ങനെ ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനെടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ചെറുനാരങ്ങ എത്രയാണ് എടുത്തത് അതിനനുസരിച്ചുള്ള അളവാട്ടോ വിട്ടത് ഒഴിച്ചെടുത്തത്. അപ്പോൾ ചൂടായി നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉലുവ, കരിവേപ്പിൻ്റെ ഇല, കടുകൊക്കെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കുക, ഉലുവയും കടുകും. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. അതുപോലെ 1 ടീസ്പൂണ് കടുകല്ല കേട്ടോ, ഉലുവ ഇടാം. ഇനി നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമണം മാറുന്ന വരെ നമുക്കൊന്നിങ്ങനെ വഴറ്റി കൊടുക്കണേ. മണം മാറുന്ന വരെ നമ്മൾ വാട്ടിയിട്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കണം, കാരണം പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ. 1 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക, അതുകൊണ്ടാണ് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാർ പൊടി ഇടുന്നവർക്ക് ഇട്ടാൽ മതി കേട്ടോ, സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചെറുനാരങ്ങ അച്ചാറായതുകൊണ്ട് ഉപ്പ് ഒരുപാട് ആവശ്യമുണ്ടാവും. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാണ്ട്. ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മധുരത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, കുറച്ചിട്ട് കൊടുത്താൽ മതി, ഓവർ വേണ്ട. ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു 2-3 ദിവസമൊക്കെ അതിന് ചെറിയൊരു ആ ചെറുനാരങ്ങൻ്റെ ഒരു കയ്പ്പൊക്കെ വരും കേട്ടോ. പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയ്പ്പുണ്ടാവില്ല. അപ്പോൾ വെള്ളം ഒരിക്കലും തൊടിയിച്ചരുത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ.